കൂടുതൽ പ്രായമുള്ളവരും ബംഗാൾ ഭായിമാരുമാണ് ഇതുപോലുള്ള ഐറ്റലിൻ്റെ ഫോണുകളൊക്കെ വാങ്ങാറുള്ളത്. ഈ ഫോണെന്നൊക്കെ പറഞ്ഞ് വലിയ പണിയില്ല. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വിഷയം എന്നാന്ന് വെച്ചാൽ ഇത് സ്പീക്കർ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന സ്പീക്കർ മാറി തരാമോ എന്ന്. അപ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ സ്പീക്കറൊന്നും അങ്ങനെ പോകാൻ സാധ്യതയില്ല. എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാൻ നമുക്ക് അറിയാൻ പറ്റിയല്ല. അങ്ങനെ റിംഗ് ടോണും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഇതൊന്ന് അഴിച്ചു നോക്കണമല്ലോ. അഴിച്ചു നോക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഫോണെന്നൊക്കെ പറഞ്ഞാൽ ബോർഡിൽ അങ്ങനെ വലിയ പണിയും കാര്യങ്ങളൊന്നും വരാറില്ല. കൂടുതലും ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടൊക്കെ അങ്ങനെയുള്ളതൊക്കെ വരാറുള്ളൂ. ഞാൻ ഈ ഫോൺ അഴിച്ചു നോക്കി. ഇതിൻ്റെ ബോർഡൊക്കെ ഒന്ന് അഴിച്ച് വെളിയെടുത്ത് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതിനകത്ത് സ്പീക്കറിൻ്റെ ഒരു വയർ വിട്ട് കിടക്കുമായിരുന്നു. ഇതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വയർ വിട്ടു പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഏതോ ഷോപ്പിൽ കൊടുത്തൊന്ന് സോൾഡർ ചെയ്തതിൻ്റെ കാണാനുണ്ട്. അത് കറക്റ്റായിട്ട് പിടിക്കാനായിട്ടാണ്. എന്നാലും നമ്മൾ FM റേഡിയോ ഒക്കെ വെച്ച് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ FM റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ട്. സ്പീക്കറും കാര്യങ്ങളൊക്കെ വർക്കാണ്. കാരണം ഒറ്റ സ്പീക്കറേ ഉള്ളൂ. റിങ്ങറും ഇയർ പീസും ഈ ഒറ്റ സ്പീക്കർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് പണിയും കുറവാണ്. അതിൻ്റെ മാത്രം കംപ്ലയിൻറ്റ് നോക്കിയാൽ മതി. എന്നാലും ഇതൊരു ബായുടെയാണ്.